തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയെ ഏറ്റവും സങ്കീർണമായ ഒരു അവസ്ഥയിലെത്തിച്ച മുന്നണിയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് CPM-ഉം LDF-ഉം. അന്ന് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയിട്ടാണ് ആചാര ലംഘനം നടത്താൻ CPM നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് കൂട്ടുനിന്നത്. ആ അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൌകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്, അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ, നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? മാത്രമല്ല, ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തീർത്ഥാടനം പ്രതിസന്ധിയിലായത്. ഇപ്പോ പണ്ടുണ്ടാക്കിയ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ 48 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് എല്ലാ വർഷവും. അത് AK ആന്റണി സർക്കാർ വന്നപ്പോൾ അത് 82 ലക്ഷം രൂപയാക്കി മാറ്റി. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ സർക്കാർ ആ പണം അവിടെ കൊടുത്തിട്ടില്ല. ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല, ഒരു പണവും കൊടുത്തിട്ടില്ല. ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചെറുവിരൽ അനക്കാത്ത ഗവൺമെന്റാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ 112 ഏക്കർ സ്ഥലമാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തത്. കേന്ദ്ര അനുമതിയോടുകൂടി, വനം വകുപ്പിന്റെ അനുമതിയോടുകൂടി ഏറ്റെടുക്കുകയും സർക്കാർ അതിന് പകരമായി വനം വകുപ്പിന് ഭൂമി കൊടുക്കണം. ഇടുക്കി ജില്ലയിൽ 112 ഏക്കർ കേരള സർക്കാർ ഏറ്റെടുത്ത് അത് വനം വകുപ്പിന് കൊടുക്കുകയും ചെയ്തു പകരം. അവിടെ ധാരാളമായ വികസന പ്രവർത്തനങ്ങൾ, സ്വാമി അയ്യപ്പൻ റോഡ് ഉൾപ്പെടെ, ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ, നിരവധിയായ ആശുപത്രികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സൌകര്യങ്ങൾ ആ ഗവൺമെന്റിന്റെ കാലത്താണ് ശബരിമലയിലെ വികസനം നടന്നത്. കഴിഞ്ഞ 9.5 വർഷക്കാലമായി ശബരിമലയിലെ വികസനത്തിന് ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സർക്കാരാണ്. അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഘവുമായി വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവും. അതുപോലെ തന്നെ മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ പ്രഖ്യാപിക്കും, അടുത്ത മാസം പ്രഖ്യാപിക്കും. ഈ സമയത്ത് ലോക്കൽ ബോഡിയുടെ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് വികസന സദസ്സ് നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ പറയുകയാണ്. അതുമായിട്ട് ഞങ്ങൾ ഒരു കാരണവശാൽ സഹകരിക്കില്ല. ഒരു കാരണവശാൽ സഹകരിക്കില്ല. ഒന്ന്, കൃത്യമായിട്ട് ഇവർ പണം കൊടുത്തിട്ടില്ല. 9,000 കോടി കൊടുക്കേണ്ട സ്ഥലത്ത് 6,000 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിൽ കൊടുക്കേണ്ട പണം ഡിസംബറിൽ കൊടുക്കുകയും, ഡിസംബറിൽ കൊടുക്കേണ്ട പണം മാർച്ചിൽ കൊടുക്കുകയും, മാർച്ചിൽ പണം കൊടുത്തിട്ട് തലേദിവസം ട്രഷറി അടയ്ക്കുകയും, പണം കൊടുത്തു പക്ഷേ ചെലവാക്കാൻ പറ്റില്ല, ട്രഷറി അടയ്ക്കുകയും ചെയ്ത് ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡികളെ, പ്രാദേശിക സർക്കാരുകളെ കഴുത്ത് ഞെരിച്ചു കൊന്ന സർക്കാരാണിത്. എന്നിട്ട് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പണം കൊടുത്തിട്ടില്ല. സ്വന്തം ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് വികസന സദസ്സ് നടത്താൻ, അതായത് മറ്റൊരു സദസ്സ് നടത്തിയല്ലോ, എന്താണ് നമ്മുടെ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ആദ്യം തന്നെ നവകേരള സദസ്സ്, കേരളം മുഴുവൻ പ്രഹസനമാക്കി മാറ്റുക. അതിന്റെ കണക്ക് ഇതുവരെ വെച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിവ് നടത്തി ഒരു സ്ഥലത്ത് കണക്ക് ഹാജരാക്കാതെ കോടികൾ വിഴുങ്ങിയ നവകേരള സദസ്സിന് സമാനമായി ജനങ്ങൾ കൊടുക്കുന്ന, സാധാരണക്കാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ഇനി എന്ത് വികസന സദസ്സ് നടത്തേണ്ടത്? ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ അതും ഒരു രാഷ്ട്രീയമായി പണം ദുർവ്യയം ചെയ്യുന്ന രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ആ വികസന സദസ്സുമായി യോജിപ്പിക്കാൻ പറ്റും. ഇതാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. പിന്നെ ഓണക്കാലം, എല്ലാ കാര്യങ്ങൾക്കും രൂക്ഷമായ വിലക്കയറ്റമാണ്. കഴിഞ്ഞ 7 മാസമായി
ഏറ്റവും കൂടുതൽ റീറ്റെയിൽ പണപ്പെരുപ്പം ഉള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. 7 മാസമായിട്ട് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. ജൂണിലെ 6.71% നിന്ന് ജൂലൈയിലായപ്പോഴേക്കും 8.89% പണപ്പെരുപ്പം കൂടി. അരി, പച്ചക്കറി, പലവ്യഞ്ജനം, വെളിച്ചെണ്ണ, പഞ്ചസാര തുടങ്ങിയ മുഴുവൻ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു. വെളിച്ചെണ്ണയുടെയൊക്കെ വില എങ്ങോട്ട് പോയെന്നറിയാം. ആളുകൾ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ സെപ്റ്റംബർ തുടങ്ങിയല്ലോ, ഓണക്കാല ആദ്യത്തെ ആഴ്ചയാണ്. റേഷൻ വിതരണം മുടങ്ങി. നിരന്തരമായി റേഷൻ വിതരണം മുടങ്ങുന്നു. മഞ്ഞക്കാർഡ് ഉടമകൾക്കുള്ള സൌജന്യ ഓണക്കിറ്റ് വിതരണവും തുടങ്ങി. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് പറഞ്ഞു റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾക്ക് ഇനി ഫീസ് ഏർപ്പെടുത്തില്ല. ഭക്ഷ്യവകുപ്പ് വലിയ അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾക്ക് ഇനി കാശ് ഏർപ്പെടുത്തില്ല. അതൊരു നേട്ടമായിട്ടാണ് 6 മാസം മുമ്പ് പറഞ്ഞത്. ഇന്നലെ വീണ്ടും അതിൽ ഫീസ് ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഓണക്കാലം വിലക്കയറ്റം ഇല്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ അവകാശവാദം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുള്ള സംസ്ഥാനം കേരളമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ കണക്കുകൾ വെച്ചാണ് ഞങ്ങൾ പറയുന്നത്. മാത്രമല്ല, രൂക്ഷമായ കരിഞ്ചന്ത മാർക്കറ്റിലുണ്ട് ഓണക്കാലത്ത്. ആ ബ്ലാക്ക് മാർക്കറ്റിനെ, കരിഞ്ചന്തയെ നിയന്ത്രിക്കാനുള്ള, വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല.